ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹവീസ് ടീച്ചിങ് വേൾഡിൻ്റെ പുതിയൊരിടയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വേറെ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് 7th സ്റ്റാൻഡേർഡിൻ്റെ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്ന ഹെലൻ കെല്ലറിൻ്റെ ഒരു ചെറിയ ഓട്ടോബയോഗ്രഫിൻ്റെ ഒരു ചെറിയ ഭാഗമാണ്. സോ ഇന്ന് സ്കൂൾ റീ ഓപ്പണിംഗ് ആയിരുന്നു. നിങ്ങളെല്ലാവരും പോയെന്നൊക്കെ വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം നാളെ ഇടുമ്പോൾ എനിക്ക് നാളെയോ മറ്റന്നാളോ ഓക്കെ. അപ്പം എന്തായിരുന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. ആരുടെ ടെക്സ്റ്റിൻ്റെ PDF യൂണിറ്റ് 1 മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്കിനും നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഞാൻ അതിനകത്ത് ഫസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. സോ അത് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടിട്ടാണ് നീണ്ടു പോകുന്നത്. നമുക്ക് എന്തായിരുന്നാലും നാളെയോ മറ്റന്നാളോ അത് തുടങ്ങാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഓക്കെ, അങ്ങനെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോവാം. They tell me I walked the day I was a year old. My mother had just taken me out of the bathtub and was holding me in her lap. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ ഒരു വയസ്സ് മുതൽ നടക്കാൻ തുടങ്ങി എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, എന്നിട്ട് എൻ്റെ അമ്മ എന്നെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ മടിയിലേക്ക്, ബാത്ടബിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവളുടെ മടിയിലേക്ക് എന്നെ ഇരുത്തി. എന്നിട്ട് I was suddenly attracted by the flickering shadows of leaves that danced in the sunlight. Flickering means എന്താണ്, ഫ്ലിക്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിയിലെയുന്ന, അതായത് ഈ ബാത്റൂമിലൊക്കെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഈ ലീഫിൻ്റെ നിഴലടിച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഈ മിനുസമായ തറയിൽ അതിങ്ങനെ പ്രതിഫലിക്കുന്ന കാണുമ്പോൾ ഒരു നല്ല ഭംഗിയാണ് അത് കാണാൻ. സോ ഓക്കെ, അങ്ങനെ അതിലോട്ട് ഞാൻ എൻ്റെ ശ്രദ്ധ പോയി എന്ന് പറയാണ്. അപ്പോൾ പിന്നീട് I slipped from my mother's lap and almost ran toward them. എന്താണ്, ഞാൻ എൻ്റെ അമ്മയുടെ മടിയിൽ നിന്ന് തെന്നി അതിൻ്റെ അടുത്തോട്ട് ഓടാൻ തുടങ്ങി എന്ന് പറയാണ്. പിന്നീട് പറയാണ് But the impulse was quickly gone. Impulse എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പ്രേരണ. ആ ഒരു പ്രേരണ ഇല്ലേ, അത് പെട്ടെന്ന് എന്ത് ചെയ്തു, പോയി. ഓക്കെ, I fell down and cried for her to take me up in her arms. ഞാൻ എന്ത് ചെയ്തു, അവളുടെ കയ്യിലേക്ക് എന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കരഞ്ഞു. ഓക്കെ, സോ നമുക്ക് ടപ്പേന്ന് ഒരു പാരഗ്രാഫ് കൂടെ പോവാം. These happy days did not last long. എന്താണ്, ഈ ഒരു ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളൊന്നും അധികം നാൾ നിന്നില്ല. Just 1 year, one brief spring, when the robin and the mockingbird sang their melodious songs. Melodious means എന്താണ്, ശ്രുതി മധുരമായ എന്ന് പറയുന്ന വളരെ സ്വീറ്റ് ആയിട്ടുള്ള ശബ്ദത്തിൽ. അതായത് ഒരു സ്പ്രിങ്ങിൽ എനിക്ക് 1 വയസ്സ്. ഓക്കെ, 1 വയസ്സ്. സോ റോബിനും മോക്കിംഗ് ബേർഡും പാടുന്ന ഒരു വസന്തകാലം, അതേപോലെ തന്നെ ഈ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്, നല്ല ഗോൾഡൻ കളറിലുള്ള റോസസും ഫ്രൂട്ട്സും ഒക്കെയുള്ള ഒരു ഓട്ടം. ആൻഡ് ഓട്ടം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ്, ഈ ഗോൾഡൻ ലീവ്സും ഫ്രൂട്ട്സും എന്താണ് പൂക്കളും ഒക്കെയുള്ള എന്താണ് ഒരു നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓട്ടം, ശൈത്യകാലവും. ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിൻ്റർ. വിൻ്ററിൻ്റെ നടുക്ക്, അതായത് വിൻ്ററിൻ്റെ ഇടയിൽ വെച്ച്, ഫെബ്രുവരിയുടെ ഒരു മിഡിൽ ടൈമിൽ വെച്ചാണ് അത് സംഭവിക്കുന്നത്. എന്ത്, ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് മൈ ഐസ് ആൻഡ് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കൊരു അസുഖം ബാധിക്കപ്പെട്ടു. അത് ആ ഒരു അസുഖത്താൽ എൻ്റെ 2 കണ്ണുകളും എൻ്റെ 2 ചെവികളും എന്നേക്കുമായി ഇല്ലാതായി. The doctor thought I would not live, but early one morning the fever left me. എന്താണ്, ഡോക്ടർമാരൊക്കെ വിചാരിച്ചു ഈ കുട്ടി ഇനി അധികം നാൾ ജീവിക്കില്ല, മരിച്ചു പോകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ദിവസം രാവിലെ ആ ഒരു ഫെവർ, ആ ഒരു പനി എന്നെ വിട്ടുപോയി. There was a great rejoicing in the family that morning. എന്താണ് അതിൽ ആ ഒരു ഫാമിലിയിലുള്ള എല്ലാവർക്കും ഭയങ്കരമായ സന്തോഷമായിരുന്നു. ബട്ട് നോ വൺ, നോട്ട് ഈവൻ ദ ഡോക്ടർ ന്യൂ ദാറ്റ് ഐ വുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ. ആ ഒരു ഡോക്ടർമാർ
പക്ഷേ ആർക്കും അറിയില്ലായിരുന്നു, ആ ഡോക്ടറിന് പോലും അറിയില്ലായിരുന്നു ഇനി എനിക്കൊരിക്കലും കാണാനും കേൾക്കാനും സംസാരിക്കാനും കഴിയില്ല എന്നുള്ളത്. ചിലപ്പോൾ ഈ ഒരു ടെക്നോളജി, ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ചിട്ടായിരുന്നെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാമായിരുന്നു. ബട്ട് ആ ഒരു കാലത്തെ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്നത് മാക്സിമം അവർ ചെയ്തൂലേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യപ്പെട്ടേ. എപ്പോൾ എത്രയുള്ളൂ. ബൈ.